സോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഗായ്സ് എന്താ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വൈക്കത്തേക്ക് പോവാന്ന് അനന്തോട്ടൻ്റെ തറവാട്ടിലോട്ടേക്ക് കേട്ടോ. അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്തൊക്കെയാണെന്ന് അറിയാലോ. അങ്ങനെ നമ്മളിതാ 11:45 പേരാമ്പ്രത്തേക്കുണ്ട് കേട്ടോ. അന്നേരം ഉണ്ടാവും ഒരു കഥ പറയുന്നത്. അച്ഛനും അമ്മയായിട്ട് എത്തിക്കില്ല. ഓല് പറഞ്ഞ് ഞങ്ങളൊരു ഷോർട്ട് വഴി ഇവിടെ വരുന്നുണ്ട് കോഴിക്കോടേക്ക്, ഞങ്ങൾ എന്തായാലും അടുത്ത ബസ് കിട്ടിയിട്ട് നേരെ പോയിക്കുമെന്നാണ്. അങ്ങനെ നമ്മൾ 11:45 ഇതാ ബസ് കയറിയിട്ടുണ്ട് കേട്ടോ. 1:45 ട്രെയിൻ ഉള്ളത്. നേരെ അവിടെ എത്തി. എവിടെ ഇപ്പോൾ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനന്തോട്ടൻ്റെ തറവാട്ടിലാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അവിടെ ഉത്സവമാണ് കേട്ടോ. അപ്പം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഉത്സവത്തിന് വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ പിന്നെ ഇതാ എല്ലാവരും കൂടി കൂട്ടാലോ എന്ന് വിചാരിച്ചിട്ട് ഓലയും കൂടി കൂട്ടി നമ്മൾ കോഴിക്കോട് സ്റ്റാൻഡിലോട്ടേക്ക് ഞങ്ങൾ അവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്കിന് സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1:15 കേട്ടോ. പിന്നെ ഇപ്പുറത്തെ ഒരു പീടിയെ പോയിട്ട് ഒരു കത്തി വാങ്ങി. പിന്നെ ഇപ്പുറത്തെ സൈഡിൽ ഓട്ടോറിക്ഷയൊക്കെ നിർത്തിയിട്ട് അവിടെ ഒരു നല്ല തണൽമാരുണ്ടായിരുന്നു. അവിടെ കുറച്ച് സമയം ഇരുന്ന്. അപ്പോഴത്തേക്ക് കണ്ണൻ ഓട്ടോറിക്ഷയും വിളിച്ച് വരുന്നത്. ഞങ്ങൾ 3 ആളും ഒരു ഓട്ടോറിക്ഷയിൽ, ഓല് 2 ആളും വേറെ ഓട്ടോറിക്ഷയിൽ കേട്ടോ. അവിടെയാണെങ്കിൽ നല്ല ബ്ലോക്ക് ആയിരുന്നു. റോഡ് പണി നടക്കുന്നതിനെ കൊണ്ട് എന്താ അറിയില്ല, നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ചൂടും ബ്ലോക്കും ഒക്കെ കൂടിയതാണെങ്കിൽ ഉണ്ടെങ്കിൽ ഒരവസ്ഥയിലും എന്താ പറയുക, വെള്ളത്തിനാണ് ഇതായിട്ട് രക്ഷയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഒന്നും പറയണ്ട. അങ്ങനെ ആടെ എത്തുമ്പോഴത്തേക്ക് 4ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് ട്രെയിൻ ഉള്ളത്. അങ്ങനെ ഞങ്ങൾ റോഡിൻ്റെ പകുതിക്കുന്ന ഓട്ടോറിക്ഷയിൽ ഇറങ്ങി 60 ഉറുപ്പ്യം കൊടുത്തിട്ട് ഓട്ടം നടക്കിടക്കിൽ അമ്മാതിരി ഓട്ടാണ്. അശ്വരി അവനും കൊണ്ട് കൊടുത്തിട്ടുണ്ട്. എൻ്റെ കയ്യിലാണ് ബാഗ് ഉണ്ട്, കണ്ണൻ്റെ കയ്യിലാണെങ്കിൽ ആ ഒരു ട്രോളി ഉണ്ട്. ഓരോ തലയിലൊക്കെ വെച്ചിട്ടാണ് കൊടുക്കുന്നത്. അങ്ങനെ ഒന്നും പറയണ്ട. ഞങ്ങൾ ആടി എത്തലും ഒരു 5 മിനിറ്റ് പോലും ഇല്ല കേട്ടോ. അപ്പോഴത്തേക്ക് ട്രെയിനാണ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് അമ്മയും അച്ഛനും കറക്റ്റ് സമയത്തേക്ക് അവിടെ എത്തുകയും ചെയ്തു. ആ ഒരു കറക്റ്റ് സമയത്ത് എത്തിയിട്ടില്ല. ആ ഒരു കഥ എന്താ പറയുക, നമുക്ക് ഉണ്ടാവില്ല. ആ ഒരു വിറയൽ മറാൻ നൈസായിട്ട് ഒരു ഫ്രൂട്ടി അങ്ങ് അടിച്ചാലെന്ന് വെച്ചിട്ട് സ്ലൈസ് വാങ്ങി കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫ്രൂട്ടി എന്നാണ് ഉദ്ദേശിച്ച, പക്ഷേ സ്ലൈസ് ആയിട്ടുള്ളത്. പിന്നെ അച്ഛനാണെങ്കിൽ വരുമ്പോൾ എലോച്ചയ്ക്ക് ഇത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, കരിക്കിൻ്റെ വെള്ളം. അങ്ങനെ അതൊരു കുപ്പിയിലാക്കിയിട്ട് ഓളതാ കുടിക്കുകയാണ് കേട്ടോ. നല്ലതല്ലേ ഈ ഒരു ചൂടത്ത് കരിക്കൻ വെള്ളമൊക്കെ കുടിക്കാൻ. അങ്ങനെ എനിക്കിപ്പോൾ ആ ഒരു ട്രെയിനിന് കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ സാക്രിഫൈസ് ചെയ്ത് ഓടി വന്നിട്ടുള്ള ആ ഒരു സംഭവം മനസ്സിലാവില്ല. ഞാൻ കുറച്ച് കഴിയുമ്പോഴത്തേക്കിട്ട് TTR വരുന്നത്. പിന്നെ ഇതാ പതിവ് പോലെ ഓരോരോ സാധനങ്ങൾ വരാൻ തുടങ്ങിയിട്ടുണ്ടായി കേട്ടോ. ഈ ഒരു ഐസ്ക്രീമിന് 70 ഉറുപ്പ്യ. ഞങ്ങളൊരു 5 എണ്ണം വാങ്ങിയിട്ടോ. പക്ഷെ വലിയ ടേസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കുണ്ട് കട്ട് ഫ്രൂട്ട്സ് വരുന്നത്. എന്നാൽ പിന്നെ അത് വാങ്ങിയല്ലോ എന്ന് വെച്ചിട്ട് 50 ഉറുപ്പ്യ കുഴപ്പമില്ലായിരുന്നു കേട്ടോ. കട്ട് ഫ്രൂട്ട്സ് എന്നുള്ള പേരേ ഉള്ളൂ, ഫുള്ള് ഇതാണുള്ളത്, എന്തെന്ന് ബത്തക്കയുള്ളത്. ബാക്കിയെല്ലാം 1-2 പീസ് മാത്രമേ കേട്ടോ ഉള്ളൂ. ആപ്പിളിൻ്റെ പീസേ ഇല്ലായിരുന്നു. അങ്ങനെ ഞാനൊരു കഷ്ണം കഴിച്ച് ഒരു അശ്വിനിക്ക് കൊടുത്ത് അങ്ങനെ ഞങ്ങൾ ആ ഒരു പരിപാടിയൊക്കെ കഴിഞ്ഞെടുക്കുന്നു. കുറച്ച് കഴിയുമ്പോഴത്തേക്കുണ്ട് അത് ആ പാരത്തപ്പുഴേൻ്റെ അടുത്തുകൂടെ നമ്മൾ പോകുന്നു കേട്ടോ. അവിടെ ഒരു 5-5:30 ആകുമ്പോഴത്തേക്ക് എത്തുന്നതാണ് ഉള്ളത്. അങ്ങനെ ഞങ്ങൾ കുറേ സമയം അവിടെ കുത്തിരുന്ന് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പിന്നെ വേറൊരു സാധനം വന്നു. എന്ത് ചായക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് അശ്വനീൻ്റെ അമ്മ കൊടുത്തുവിട്ട സാധനമാണ് കേട്ടോ. ഈ ഒരു അരിയുണ്ടെന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി കഴിച്ച് അരിയുണ്ടേയും ചായ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അല്ലാതെ നമ്മൾ പുരേന്നൊക്കെ ഇങ്ങനെ എവിടെയെങ്കിലും പോകുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി കൊണ്ടുവരുമ്പോഴൊരു എന്താ പറയുക, ഒരു സന്തോഷം അതൊന്ന് വേറെ തന്നെയല്ലേ. അങ്ങനെ നമ്മൾ കഥ പറഞ്ഞ് സമയം ഏകദേശം 5:30 ആവാനായിക്കുണ്ടായി. പിന്നെ ഇതാ ഞാളെ ഇറങ്ങാനുള്ള സ്റ്റേഷൻ എത്താനായിക്കുണ്ടായി കേട്ടോ. ബാഗൊക്കെ എടുത്തിട്ട് ഓരോരുത്തർ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയെന്ന്. എല്ലാം വലിയ കുഴപ്പമൊന്നും ഉണ്ടാക്കിയില്ലായിരുന്നു കേട്ടോ. ട്രെയിനിൽ ഓളെ ഫസ്റ്റത്തെ ട്രെയിൻ യാത്രയായിരുന്നു. എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു, കരിയും ആക്കുമെന്ന്. പക്ഷെ 30 വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. എല്ലാവരോടും ഓളാണ് ലോഗിൻ ചെയ്യുന്നത് കേട്ടോ. പിന്നെ നമ്മൾ അവിടുന്ന് ഏകദേശം ഇവിടുന്ന് 1 മണിക്കൂറുണ്ട് വൈക്കത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. അന്നേരം ഞാനൊരു സാധനം കാണും. നിങ്ങൾ നോക്കിക്കാൻ KL77 നമ്മളെ പേരാമ്പ്രത്തെ വണ്ടി. ഇതങ്ങോട്ടേക്കാണ് അതുപോലെ പോകുന്നത്. കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. നമ്മളെ നാട്ടിലത്തെ ഒരു എന്താ പറയുക, ഒരു നമ്പർ പ്ലേറ്റ് കാണുമ്പോൾ ഉള്ളൊരു ഇൻകൃതി നിങ്ങൾക്ക് മനസ്സിലാക്കില്ലേ, ആ ഒരു സാധനം തന്നെ കേട്ടോ. പിന്നെ ഈ ഒരു സൈഡിൽ കൂടെ തന്നെ ഗ്യാപ്പിട്ട റോഡിൽ കൂടെ തന്നെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് എവിടെയെത്താം, KSRTC ബസ് സ്റ്റാൻഡ് ഡിപ്പോ ഉണ്ട്, അതേപോലെ തന്നെ ബസ് സ്റ്റാൻഡും ഉണ്ട് കേട്ടോ. അപ്പോൾ വൈകുന്നേരം ചായ കുടിക്കണം എന്ന് എന്തായാലും നിർബന്ധം. കാരണം 10 മണിക്കാണ് നമ്മൾ ചോറൊക്കെ തിന്നത്. അപ്പോൾ പിന്നെ നല്ല വിശപ്പിൻ്റെ അസ്കത എല്ലാവർക്കും ഉണ്ട്. ഇങ്ങനത്തെ ലഘുവായിട്ടുള്ള ഭക്ഷണം കഴിക്കുകയാണെങ്കിലും ഒരു ചായ അത് നിർബന്ധമല്ലേ. അങ്ങനെ നമ്മൾ ഇതാ ഈ ഒരു ഹോട്ടലിലോട്ടേക്ക് പോകാമെന്ന് കേട്ടോ. ഇവിടുന്ന് ചായ കുടിച്ചാലോ എന്ന് വിചാരിച്ചിട്ടുണ്ട്. എവിടെ പോയിട്ടുണ്ടെങ്കിൽ പൊറാട്ട അത് നിർബന്ധമല്ലേ, എനിക്കെന്തായാലും നിർബന്ധമാണ് കേട്ടോ. ഞാനൊരു പൊറാട്ട പറഞ്ഞ് അതേപോലെ തന്നെ ചായ കറിയും കൂടിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനത്തെ ആ സാധനം വന്നിട്ടുണ്ടായിട്ടും ഈ ഒരു പൊറാട്ട പാക്കറ്റ് പൊറാട്ടയാണ്. ഇതെനിക്ക് വലിയ ഇഷ്ടമൊന്നും ആയിക്കില്ല കേട്ടോ. നമ്മളെ നാട്ടിലുണ്ടാവില്ലേ പാക്കറ്റ് ചപ്പാത്തി എന്ന് പറയുന്നത്, അതുപോലത്തെ ഒരു പാക്കറ്റ് പൊറാട്ട ഒരു ചൂടാക്കി തന്ന. പിന്നെ ഇവിടുന്ന് നമ്മൾ സമയമൊക്കെ ചോദിച്ച് ബസ് എപ്പാണ് വരുന്നത് നിന്ന് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതാ ബസ്സും കൂടി വന്നത്. ഞങ്ങൾ നേരെ അങ്ങോട്ടേക്ക് വെക്കുകയാണ് കേട്ടോ. സീറ്റൊക്കെ ഉള്ളതിനെ കൊണ്ട് ലാവശ്യമായിട്ട് നമുക്ക് 7 മണി ഇരിക്കാൻ നോക്കി ഞങ്ങൾ ഇരിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അമ്മയായിട്ട് എൻ്റെ സീറ്റിലിരുന്ന്, ഞാൻ അശ്വിനിയുടെ സീറ്റിലിരുന്ന്. പിന്നെ ഇതാ ഒരു സാധനം വെക്കുന്ന ഒരാളതൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അങ്ങോട്ടേക്ക് പോകാമെന്ന് കേട്ടോ. ഇവിടെ നല്ല ബ്ലോക്കായിരുന്നു. നല്ല ബ്ലോക്ക് നന്നാക്കിയിട്ട് നല്ല ബ്ലോക്ക്. അങ്ങനെ നമ്മൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതാ ഞങ്ങൾ ഇറങ്ങേണ്ട സ്റ്റേഷനല്ല സ്റ്റോപ്പ് എത്തി കേട്ടോ. അവിടെ സ്റ്റോപ്പ് നിർത്തി. പിന്നെ അച്ഛനുണ്ട് ഓട്ടോറിക്ഷയൊക്കെ വിളിക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓട്ടോറിക്ഷയും കുറച്ച് ഫ്രൂട്ട്സൊക്കെ നമ്മൾ അങ്ങോട്ടേക്ക് വാങ്ങിപ്പോൾ എല്ലോട്ടേക്ക് അന്തോട്ടൻ്റെ അച്ഛൻ്റെ തറവാട്ടിലോട്ടേക്ക് പോകുകയാണല്ലോ നമ്മൾ.
ആ നേരെ അടുത്തി ഈ ഒരു സൈഡ് കൂടെ തന്നെ പോയിക്കണമെങ്കിൽ സിന്ധുവിൻ്റെ ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. ഓരോക്കെ ഉത്സവം കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് വന്നിരിക്കാനുള്ളൂ കേട്ടോ. അപ്പോൾ ഗൈസ് ഇതിൻ്റെ ബാക്കിയുള്ള വീഡിയോ നടക്കണമെങ്കിൽ ഞാൻ നാളെ ഇടുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണേ.